Hello Cinephiles, welcome to Touch My Life. Unmatchable stardom. Unmatchable stardom plus the ഫസ്റ്റ് പ്രോപ്പർ പാൻ ഇൻ ദ റിലീസ് ഓഫ് എ തളപതി ഫിലിം. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഏത് അൺമാച്ചബിൾ സ്റ്റാർഡം. ഇന്ത്യയിൽ മറ്റൊരു നടനും ഇന്ന് തളപതി വിജയ് എൻജോയ് ചെയ്യുന്ന ഈ ഒരു അൺമാച്ചബിൾ സ്റ്റാർഡം ഉണ്ടെന്നോ ഇനി കിട്ടുമെന്നോ ഒരുറപ്പും പറയാൻ പറ്റത്തില്ല. ഒരു ലീക്ക്ഡ് പടം ഓൾറെഡി ലീക്ക്ഡായി, അത് കണ്ട് നെഗറ്റീവ് റെസ്പോൺസ് വന്ന പടം, പിന്നെ ഈ ലീക്ക്ഡ് കണ്ടൻസ് വെച്ച് ഒരുപാട് ട്രോളുകൾ ആളുകൾ ഉണ്ടാക്കി വാരി കൂട്ടിയിട്ട് ആഘോഷിച്ച പടം. ആ പടത്തിൻ്റെ ബുക്കിംഗ് ചെറുതായിട്ടൊന്ന് തുടങ്ങിയപ്പോഴേ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഫ്ലെഡ്ജഡ് ബുക്കിംഗ് ഓപ്പൺ ആകാൻ നേരത്തെ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഒരു ലീക്ക്ഡ് ഒരു റീമേക്ക് പടം കാണാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് അൺമാച്ചബിൾ സ്റ്റാർഡം. തളപതി വിജയ് എന്ന് പറയുന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് ലോയലായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം, വലിയൊരു കൂട്ടം ആളുകൾ. അത് വളരെ എന്താ പറയുക, അത് വളരെ ഒരു ഇതായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. FDFS കണ്ടിരിക്കും. നിങ്ങളിൽ ആരൊക്കെ കാണുന്നുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. കേരളത്തിൽ ബുക്കിംഗ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നേ ഉള്ളൂ. ബുക്ക് ഇന്ന് ചെയ്യും എന്ന് ഉറപ്പുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. പിന്നെ ഒരു തളപതി സിനിമയുടെ ആദ്യത്തെ പ്രോപ്പർ പാൻ ഇന്ത്യൻ റിലീസ് ജനനായകം എന്ന് പറയുന്ന സിനിമയിലൂടെ സംഭവിക്കാൻ പോവുകയാണ്. അതായത് വിജയ് സിനിമകൾ അവിടെ ഹിന്ദി ബെൽറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. വാരിസ്, ബീസ്റ്റ്, ഗോട്ട്, ലിയോ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെറും ഒരു ഡബ്ഡ് വേർഷൻ മാത്രമാണ് റിലീസ് ചെയ്തത്. പ്രോപ്പർ പാൻ ഇന്ത്യൻ പ്രൊമോഷനോ പ്രോപ്പർ റിലീസോ മൾട്ടിപ്ലക്സ് റിലീസോ ഈ സിനിമകൾക്ക് സംഭവിച്ചിട്ടില്ല. OTT എഗ്രിമെൻറ്റ് 2 മാസത്തിന് മുകളിൽ ഉണ്ടെങ്കിലേ ഹിന്ദി ബെൽറ്റിൽ നോർത്ത് ഇന്ത്യൻ റീജിയനിൽ മൾട്ടിപ്ലക്സ് റിലീസ് അവർ അനുവദിച്ച് കൊടുക്കത്തുള്ളൂ. അതില്ലാത്തതിൻ്റെ പേരിൽ ഈ പറഞ്ഞ 4 സിനിമകൾക്കും അത് കിട്ടിയിട്ടില്ല. സിംഗിൾ സ്ക്രീൻസിൽ മാത്രം റിലീസ് ചെയ്തു. വാരിസ് ആ അപരാധ പടം അവിടെ ഹിന്ദി ബെൽറ്റിൽ 25 കോടിക്ക് മുകളിൽ നേടി, സിംഗിൾ സ്ക്രീൻസിൽ വച്ച് മാത്രം. അതുപോലെ ലിയോ 40 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. അത് 100 കോടിക്ക് മുകളിൽ പോയാലേ, അതായത് ഒരു മൾട്ടിപ്ലക്സ് റിലീസും കൂടി കിട്ടിയിരുന്നെങ്കിൽ ലിയോയൊക്കെ 100 കോടിക്ക് മുകളിൽ അവിടെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തേനെ. ഇനി ജനനായകനിലേക്ക് വരാൻ നേരത്ത് ജനനായകന് ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ റിലീസ് കിട്ടിയിട്ടുണ്ട്. അവിടെ വലിയ പ്രൊമോഷൻ ഇല്ലെങ്കിലും ഹിന്ദി ബെൽറ്റിൽ മൾട്ടിപ്ലക്സ് റിലീസ് ഉണ്ട്. അതൊരു പോസിറ്റീവാണ്. പ്ലസ് ഒരു ലീക്ക്ഡ് റീമേക്ക് പടത്തിന് അവിടെ ആളുകൾ എത്രമാത്രം സ്വീകാര്യത കൊടുക്കും എന്നുള്ളത് തളപതി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അവിടുത്തെ വലിപ്പം അനുസരിച്ചിരിക്കും. അതായത് പുള്ളിക്ക് അവിടെ വലിയ ഫാൻ ബേസ് ഉണ്ടെന്നുള്ള അവകാശമൊന്നും എനിക്കില്ല. പക്ഷേ ഡബ്ഡ് സിനിമകൾ യൂട്യൂബിൽ റിലീസ് ചെയ്ത് പുള്ളിയുടെ സിനിമകൾക്ക് നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ട് അവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പുള്ളിയുടെ പല സിനിമകളുടെ ഹിന്ദി ഡബ്ഡ് വേർഷൻ യൂട്യൂബിൽ അടിച്ച് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു സപ്പോർട്ടുണ്ട്. ഇനി മൾട്ടിപ്ലക്സ് റിലീസും കൂടി കിട്ടി വരുന്ന ഈ ജനനായകന് ആ ഒരു സപ്പോർട്ട് തിയേറ്ററിൽ കിട്ടുകയാണെങ്കിൽ അത് തളപതി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നോർത്ത് ഇന്ത്യൻ പവറിനെ സൂചിപ്പിക്കും. പിന്നെ ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കിട്ടുന്ന കളക്ഷൻ്റെ ഓരോ രൂപയ്ക്കും വേറൊരാൾക്കും അർഹതയില്ല, വേറൊരാൾക്കും അവകാശമില്ല. വിജയ് എന്ന് പറയുന്ന ബ്രാൻഡ് പവറിനെ മുൻനിർത്തി കിട്ടുന്നത് മാത്രമാണത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ ഗോ ആൻഡ് വാച്ച് ദ ലാസ്റ്റ് ഡാൻസ്, വൺ ലാസ്റ്റ് ഡാൻസ് ഓൺ തിയേറ്റേഴ്സ്. ഞാൻ ബുക്ക് ചെയ്യുമെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പുള്ളിക്ക് നല്ലൊരു ഫെയർവെൽ തന്നെ കൊടുക്കണം. അത് സിനിമ ഏതും ആയിക്കോട്ടെ. ഇതുവരെ പുള്ളി പല സിനിമകളും 50ാമത്തെ സിനിമ പോലും വൻ ഫ്ലോപ്പ് അടിച്ചൊരു ആക്ടറാണ് വിജയ്. എന്നിട്ടും ഫാൻസ് കൈവിട്ടിട്ടില്ല. അപ്പോഴാണ് ഇത് കൈവിടത്തില്ല. വമ്പൻ സെലിബ്രേഷൻ ലോഡിങ്ങാണ്. പടം റിലീസാകുന്ന അന്ന് 100 കോടി പ്രീ സെയിലും അടിക്കും. ഫസ്റ്റ് ഡേ 100 കോടി കളക്ഷൻ വിട്ടിട്ടേ അണ്ണം കളവൊഴിഞ്ഞ് പോകത്തുള്ളൂ. ഫൈനൽ 500 കോടി നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അതും തൂക്കിയിരിക്കും. അപ്പോൾ വൺ ലാസ്റ്റ് ഡാൻസ് സെലിബ്രേറ്റ് ചെയ്യാം. ആരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. നമ്മുടെ ചാനലിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസാണ് നമ്മൾ ഇടുന്നത്. സോ ടച്ച് മൈ ലൈഫ്.